അപ്പോൾ നമ്മൾ എവല്യൂഷൻ ഓഫ് എക്കണോമിക്സ് പറഞ്ഞു, ഡെഫിനിഷൻസ് ടു എക്കണോമിക്സ് പറഞ്ഞു. അല്ല, മൂന്നാമത്തെ ടേമാണ് സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ്. എക്കണോമിക്സ് നമ്മൾ എന്തിനെക്കുറിച്ചൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്? എപ്പോഴാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, മീൻസ് ആർ സ്കേഴ്സ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അനന്തമാണ്, വിഭവങ്ങൾ പരിമിതമാണ്. അപ്പോൾ എക്കണോമിക്സ് ഈസ് എ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻസ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യൻ്റെ ബിഹേവിയറിനെ കുറിച്ച്, പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനം. ഈ മനുഷ്യൻ്റെ പെരുമാറ്റത്തിന് എന്തുമായി ബന്ധമുണ്ട്? നമ്മുടെ സ്കേഴ്സിറ്റിയുടെ ഡെഫിനിഷൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻസ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് കുഡ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. അപ്പം ആൾട്ടർനേറ്റീവ് യൂസിങ് കപ്പാസിറ്റി ഉള്ള എൻസും സ്കേഴ്സ് മീൻസും തമ്മിലുള്ള അനുപാതം, ഇതും മനുഷ്യൻ്റെ ബിഹേവിയറുമായിട്ടുള്ള ബന്ധം, ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് ആര്? എക്കണോമിക്സ് എന്ന് പറഞ്ഞു. വൈൽ അലോക്കേറ്റിംഗ് റിസോഴ്സസ്, ഈ ആൾട്ടർനേറ്റീവ് യൂസിങ് കപ്പാസിറ്റി ഉള്ള സ്കേഴ്സ് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുമ്പോൾ എക്കോണമി ഫേസ് ദി ഫോളോയിങ് പ്രോബ്ലംസ്. എക്കോണമിക്ക് താഴെ പറയുന്ന പ്രശ്നങ്ങളെ അവർ അഭിമുഖീകരിക്കേണ്ടത്. ദി ഫോളോയിങ് ആർ ദി റീസൺസ് ഫോർ ദി സബ്ജക്ട് മാറ്റർ ഓഫ് എക്കോണമി. ഇതാണ് ഈ സബ്ജക്ട് മാറ്റർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ. എക്സാമ്പിൾ, ഫസ്റ്റ് വൺ ഈസ് റിസോഴ്സസ് ആർ സ്കേഴ്സ്, വിഭവങ്ങൾ പരിമിതമാണ്. റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. റിസോഴ്സ് എന്തുണ്ട്? നമ്മുടെ അനന്തമായ ആവശ്യങ്ങളിൽ ഏതിനു വേണ്ടി വേണമെങ്കിലും ഉപയോഗിക്കാനുള്ള ശേഷിയുണ്ട്. വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, ആവശ്യങ്ങൾ അനന്തമാണ്. ആൾ വാണ്ട്സ് ആർ നോട്ട് ഈക്വലി ഇമ്പോർട്ടൻറ്റ്, എല്ലാ ആവശ്യങ്ങളും നമുക്ക് ഒരുപോലെ പ്രധാനപ്പെട്ടതല്ല. ഇൻ ഷോർട്ട്, എക്കണോമിക്സ് ഈസ് സ്റ്റഡി ഓഫ് സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ്. ചുരുക്കി പറഞ്ഞാൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്തിനെക്കുറിച്ചൊക്കെയുള്ള പഠനമാണ്? സ്കേഴ്സിറ്റിയെക്കുറിച്ചും ചോയ്സിനെ കുറിച്ചുമുള്ള പഠനമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്കേഴ്സിറ്റിയുടെ ഡെഫിനിഷൻ ഇവിടെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. എക്കണോമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ്, എക്കണോമിക്സ് ഈസ് എ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻസ് ആൻഡ് സ്കേഴ്സ് മീൻസ് വിച്ച് കുഡ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. ഇനി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള കാരണം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഒരു 100 രൂപയായിട്ട് നമ്മൾ കടയിലേക്ക് പോകുന്നു, ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ എത്ര രൂപയുള്ളൂ? 100 രൂപയുള്ളൂ. ഈ 100 രൂപത്തിൽ ഏത് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം. അതാണ് പ്രശ്നം. അപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് ഒരേപോലെ ആവശ്യമുള്ളതാണോ? ഉടനെ വളരെ അർജൻറ്റായിട്ട് വേണ്ടുന്ന സാധനങ്ങളുണ്ട്. പിന്നെ കിട്ടിയാൽ കൊള്ളാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ല പിന്നെ വാങ്ങിയാൽ മതി, അങ്ങനെയുള്ള സാധനം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അങ്ങനെയുള്ളതാണ്. നമ്മുടെ ആവശ്യങ്ങൾ അനന്തമാണ് എന്ന് പറഞ്ഞാൽ എല്ലാം ഇപ്പം കിട്ടിയേ പറ്റൂ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. കിട്ടിയാൽ ഇപ്പോൾ ഓക്കെ, മറ്റേ പിന്നെ ഓക്കെ, ചില ആവശ്യങ്ങൾ പിന്നെ ആയാലും മതി. അതാണ് റിസോഴ്സസ് ആർ സ്കേഴ്സ്. നമ്മുടെ പോക്കറ്റിലുള്ള പണം പരിമിതമാണ്. ഈ പരിമിതമായ പണം കൊടുത്തു കഴിഞ്ഞാൽ ആ കടയിലേക്ക് ഏത് സാധനം വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം. റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. ഇനി പ്രശ്നം ഉണ്ടായത് എന്തുകൊണ്ട്? വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്? അൺലിമിറ്റഡ് ആണ്, അനന്തമാണ്. പിന്നെയോ ആൾ വാണ്ട്സ് ആർ നോട്ട് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് എന്തല്ല? ഒരേപോലെ പ്രധാനപ്പെട്ടതല്ല. ദീസ് 4 ആർ ദി സബ്ജക്ട് മാറ്റർ ഓഫ് എക്കണോമിക്സ്. ഇത് 4 എക്കണോമിക്സിലെ സബ്ജക്ട് മാറ്റർ. അങ്ങനെയാണെങ്കിൽ എക്കണോമിക്സിലെ സബ്ജക്ട് മാറ്ററിനെ നമുക്ക് ഒന്നുകൂടി ചുരുക്കാമല്ലോ. എന്തായിരിക്കാം അത്? സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ്. എക്കണോമിക്സ് ഈസ് ഇൻ ഷോർട്ട്, എക്കണോമിക്സ് ഈസ് സ്റ്റഡി ഓഫ് സ്കേഴ്സിറ്റി ആൻഡ് ചോയ്സ്. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ചുള്ള പഠനമാണ്? സ്കേഴ്സിറ്റിയെക്കുറിച്ചും ചോയ്സിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ വാട്ട് ആർ ദി സബ്ജക്ട് മാറ്റർ ഓഫ് എക്കണോമിക്സ്? റിസോഴ്സ് ആർ സ്കേഴ്സ്, റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്, വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, ആൾ വാണ്ട്സ് ആർ നോട്ട് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ദീസ് 4 ആർ ദി സബ്ജക്ട് മാറ്റർ ഓഫ് എക്കണോമിക്സ്. ഇത് 4 നമ്മൾ എന്തായിട്ട് അറിയപ്പെടുന്നത്? എക്കണോമിക്സിലെ സബ്ജക്ട് മാറ്റർ എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ നമ്മളിന്ന് പഠിച്ച കാര്യങ്ങളൊന്നും വിട്ടുപോകരുത്. എവല്യൂഷൻ ഓഫ് എക്കണോമിക്സ് പറഞ്ഞു, ഡെഫിനിഷൻസ് ടു എക്കണോമിക്സ് പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത്? സബ്ജക്ട് മാറ്റർ ഓഫ് എക്കണോമിക്സ്. അപ്പം എവല്യൂഷൻ ഓഫ് എക്കണോമിക്സ്, എക്കണോമിക്സിലെ 4 ഡെഫിനിഷനുകൾ, പിന്നെ ദി സബ്ജക്ട് മാറ്റർ ഓഫ് എക്കണോമിക്സ്. ഇനി നമുക്ക് അവിടുന്ന് പഠിക്കാനുള്ളത് ദി ബേസിക് എക്കണോമിക് പ്രോബ്ലം അല്ലെങ്കിൽ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം. ബേസിക് എക്കണോമിക് പ്രോബ്ലം ഓർ ദി സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം. സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം അല്ല, ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബേസിക് എക്കണോമിക് പ്രോബ്ലം.
Central economic problem or basic economic problem. See, while allocating scarce resources for producing various commodities, every economy has to find answer to these three questions. While allocating scarce resources for producing various commodities, every economy has to face three important problems. നമുക്കറിയാം, our wants are unlimited. The resources available for satisfying our wants are scarce. നമ്മുടെ ആവശ്യങ്ങൾ അനന്തമാണ്. അനന്തമായ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ നമ്മുടെ കൈവശമുള്ള വിഭവങ്ങൾ പരിമിതമാണ്. അപ്പോൾ പരിമിതമായ വിഭവങ്ങളെ അനന്തമായ ആവശ്യങ്ങളിലേക്ക് അലോക്കേറ്റ് ചെയ്യുമ്പോൾ every economy has to face three problems. ലോകത്തുള്ള എല്ലാ സമ്പദ് വ്യവസ്ഥകളും മൂന്ന് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കും. അതായത് ഫസ്റ്റ് വൺ ഈസ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് വാട്ട് ക്വാണ്ടിറ്റീസ്. എന്തുൽപ്പാദിപ്പിക്കണം, ഏത് അളവിൽ. ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അപ്പോൾ എന്തുൽപ്പാദിപ്പിക്കണം, അല്ലെ എത്രമാത്രം ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കണം. എപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്? പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വിവിധ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ലോകത്തുള്ള എല്ലാ സമ്പത്തി, അണ്ടർ ഡെവലപ്ഡ്, ഡെവലപ്പിംഗ് ഓർ ഡെവലപ്ഡ്, അവികസിതമായിക്കോട്ടെ, വികസിതമായിക്കോട്ടെ, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. എവരി എക്കോണമി ഫേസ് ദീസ് ത്രീ പ്രോബ്ലംസ്. എല്ലാ സമ്പദ് വ്യവസ്ഥകളും ഈ മൂന്ന് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കും. എന്തുൽപ്പാദിപ്പിക്കണം, ഏതളവിൽ, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കണം. നമുക്ക് നോക്കാം. വാട്ട്സ് എ റീസൺ ഫോർ അറൈസിംഗ് ദി ഫസ്റ്റ് ബേസിക് എക്കണോമിക് പ്രോബ്ലം, വാട്ട് ടു പ്രൊഡ്യൂസ് ഓർ ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. ഏതളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്ന പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് നോക്കിയേ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ രാവിലെ ഉണർന്നിട്ട് നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛൻ എനിക്ക് 4 ഐറ്റം സാധനങ്ങൾ വേണം. രാവിലെ കുറേ കിടന്ന് അച്ഛനെ വിളിച്ചുണർത്തിയിട്ട് പറയുന്നു, എനിക്ക് 4 ഐറ്റം സാധനങ്ങൾ വേണം. 4 ഐറ്റം സാധനങ്ങൾ കൂടെ വാങ്ങാൻ 4000 രൂപ വേണമെന്ന് വെച്ചോളാം. നിങ്ങളുടെ അച്ഛൻ പോക്കറ്റെല്ലാം തപ്പിപ്പെറുക്കി എല്ലാം എടുത്ത് റെഡിയാക്കി വന്ന് എണ്ണിപ്പെറുക്കി നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ 2000 രൂപയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 4 ഐറ്റം സാധനം വേണം 4 ഐറ്റം കൂടെ വാങ്ങാൻ 4000 രൂപ വേണം. നിങ്ങളുടെ അച്ഛൻ്റെ കയ്യിൽ വെറും 2000 രൂപ മാത്രമേ ഉള്ളൂ. ഇനി ഈ 2000 രൂപയ്ക്ക് ഏത് കപ്പാസിറ്റി ഉണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞു, ആൾട്ടർനേറ്റീവ് യൂസിങ് കപ്പാസിറ്റി ഉണ്ട്. 4 ആവശ്യങ്ങളിൽ ഏതിനു വേണ്ടി വേണമെങ്കിലും വിനിയോഗിക്കാം. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ അച്ഛൻ്റെ മുന്നിൽ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. നിങ്ങൾ ചോദിച്ചതിൽ ഏത് വാങ്ങണം, വാട്ട്, ഓരോന്നും ഏതളവിൽ വാങ്ങണം. നേരെ മറിച്ച് അച്ഛൻ്റെ 4000 രൂപ ഉണ്ടായിരുന്നു, പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ചോദിച്ച 4 ഐറ്റം അച്ഛൻ വാങ്ങിത്തരും. അപ്പം എന്തുൽപ്പാദിപ്പിക്കണമെന്ന് പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം എന്താ? നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ സാധനവും വാങ്ങിത്തരുവാനുള്ള സാമ്പത്തികം നിങ്ങളുടെ അച്ഛൻ്റെ കയ്യിലില്ല. ഇത് തന്നെയാണ് രാജ്യത്തിൻ്റെ കാര്യത്തിലും. അപ്പോൾ ഒരു രാജ്യത്തിലെ ജനങ്ങൾ അനവധിയായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും ആവശ്യപ്പെടുന്നു. ജനങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുവാൻ ആ രാജ്യത്തെ വിഭവങ്ങൾ തികയില്ല. ഒപ്പം ഏത് വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം. അപ്പം പ്രശ്നം ഉണ്ടാവും. ഏതേത് സാധനങ്ങൾ ഏതേത് അളവിൽ ഉൽപ്പാദിപ്പിക്കണം, ദാറ്റ് ഈസ് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ദി അവൈലബിൾ റിസോഴ്സസ് ഇൻ എ കൺട്രി ഈസ് നോട്ട് സഫീഷ്യൻറ്റ് to produce almost all goods and services required by the people, and at the same time any item can be produced. ഒരു രാജ്യത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുവാൻ ലഭ്യമായ വിഭവങ്ങൾ തികയില്ല. നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാം വാങ്ങിത്തരാൻ നിങ്ങളുടെ അച്ഛൻ്റെ കയ്യിൽ ക്യാഷ് തികയില്ല. ഒപ്പം തന്നെ നിങ്ങൾ ആവശ്യപ്പെട്ടതിൽ ഏത് വേണമെങ്കിലും അച്ഛൻ്റെ കയ്യിലുള്ള കാശ് കൊണ്ട് വാങ്ങുകയും ചെയ്യാം. അപ്പോൾ പ്രശ്നമായില്ലേ? ഉള്ള കാശ് കൊണ്ട് ഏത് സാധനം ഏതളവിൽ വാങ്ങണം. ഇത് നമ്മളൊരു രാജ്യത്തിൻ്റെ കേസിൽ പറയുന്നു, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ദി അവൈലബിൾ റിസോഴ്സസ് ഇൻ എ കൺട്രി ഈസ് നോട്ട് സഫീഷ്യൻറ്റ് ടു പ്രൊഡ്യൂസ് ഓൾമോസ്റ്റ് ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് റിക്വയർഡ് ബൈ ദി പീപ്പിൾ, ആൻഡ് അറ്റ് ദി സെയിം ടൈം എനി ഐറ്റം ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്. ദെൻ ദർ അറൈസ് ദി ഫസ്റ്റ് ബേസിക് എക്കണോമിക് പ്രോബ്ലം, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. ഏത് അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്ന പ്രശ്നമുണ്ടായി. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്. ദി സെക്കൻഡ് ബേസിക് എക്കണോമിക് പ്രോബ്ലം ഈസ് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ദിസ് പ്രോബ്ലം റിലേറ്റഡ് ടു ദി ലെവൽ ഓഫ് ടെക്നോളജി,
ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന പ്രശ്നം എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി ലെവൽ ഓഫ് ടെക്നോളജി, സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദർ ആർ ടു ടൈപ്സ് ഓഫ് ടെക്നോളജി അവൈലബിൾ ഇൻ ദിസ് വേൾഡ്. ലോകത്ത് രണ്ട് തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ നിലവിലുണ്ട്. ദേ ആർ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ. ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നും പറയുന്ന രണ്ട് ഉൽപാദന രീതികൾ ഈ ലോകത്ത് നിലവിലുണ്ട്. ദി എക്സിസ്റ്റൻസ് ഓഫ് ദീസ് ടു ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ദി റീസൺ ഫോർ സെക്കൻഡ് ബേസിക് എക്കണോമിക് പ്രോബ്ലം, ഹൗ ടു പ്രൊഡ്യൂസ്. ഈ രണ്ട് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ നിലനിൽക്കുന്നതാണ് ഹൗ ടു പ്രൊഡ്യൂസ് എന്ന പ്രശ്നം ഉണ്ടാകാൻ കാരണം. ഇനി നമുക്ക് നോക്കാം, എന്താണ് ഈ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ? ഏതാണ് ഇൻറ്റൻസീവ് എന്ന് പറയുന്നത്? അത് കൂടുതൽ, അപ്പം മറ്റേത് കുറവായിരിക്കുമല്ലോ. ലേബർ ഇൻറ്റൻസീവ് മീൻസ് യൂസിങ് മോർ ആൻഡ് മോർ ലേബർ ആൻഡ് ലെസ് ക്യാപിറ്റൽ. കൂടുതൽ തൊഴിലാളിയും കുറച്ച് മൂലധനവും ഉപയോഗിച്ചുള്ള ഉൽപാദന രീതി ലേബർ ഇൻറ്റൻസീവ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്തായിരിക്കും? യൂസിങ് മോർ ആൻഡ് മോർ ക്യാപിറ്റൽ ആൻഡ് ലെസ് ലേബർ. കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിലാളിയെയും ഉപയോഗിച്ചുള്ള ഉൽപാദന രീതിയെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ രണ്ട് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ഉള്ളത് കൊണ്ടാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പം എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കരുനാഗപ്പള്ളിയിലേക്ക് വരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എൻ്റെ മുന്നിൽ വേറെ ഓപ്ഷനൊന്നുമില്ല. ആ വഴിയെ കൂടെ ഞാനിങ്ങ് വരും. പക്ഷെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വഴി രണ്ടായി പിരിയുന്നു. രണ്ട് വഴിയെ വന്നാലും കരുനാഗപ്പള്ളിയിൽ വരും. അപ്പം എൻ്റെ മുന്നിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവും, ഇതിലേതിലെ പോകണം. ഇത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ദി എക്സിസ്റ്റൻസ് ഓഫ് ടു ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് ദി റീസൺ ഫോർ ഹൗ ടു പ്രൊഡ്യൂസ്. ദീസ് ടു ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ. ലേബർ ഇൻറ്റൻസീവ് ആരാണോ ഇൻറ്റൻസീവ് എന്ന് പറയാം അത് കൂടുതൽ. ലേബർ ഇൻറ്റൻസീവ് അപ്പോൾ ലേബർ കൂടുതൽ, അപ്പോൾ ക്യാപിറ്റൽ കുറവായിരിക്കും. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ക്യാപിറ്റൽ കൂടുതൽ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആര് കുറവായിരിക്കും? ലേബറിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ ഈ രണ്ട് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ നിലനിൽക്കുന്നതാണ് ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന പ്രശ്നമുണ്ടാകും. ഇപ്പോൾ രണ്ട് ബേസിക് എക്കണോമിക് പ്രോബ്ലമായി, ഒന്ന് വാട്ട് ടു പ്രൊഡ്യൂസ് ആയി, മറ്റൊന്ന് ഹൗ ടു പ്രൊഡ്യൂസ് ആയി. ഇനി അടുത്ത ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കണം. ദിസ് പ്രോബ്ലം റിലേറ്റഡ് ടു ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം എമംഗ് വേരിയസ് സെക്ഷൻസ് ഓഫ് ദി പീപ്പിൾ. ഒരു രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം ആ രാജ്യത്തെ ജനവിഭാഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ഈസ് റിലേറ്റഡ് ടു ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം. ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സാധനം വിതരണം ചെയ്യുവാൻ രണ്ട് കാര്യം, ഒന്നിൽ ഉള്ളവർക്കെല്ലാം തുല്യമായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചിലർക്ക് കൂടുതൽ കൊടുക്കാം, ചിലർക്ക് കുറച്ച് കൊടുക്കാം. ഈ രണ്ട് ഓപ്ഷനല്ല ഉള്ളൂ. ദിസ് ഈസ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇഫ് ദി നാഷണൽ ഇൻകം ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി അമംഗ് ദി പീപ്പിൾ ഓർ നോട്ട്. ജനങ്ങൾക്കിടയിൽ തുല്യമായി വിതരണം ചെയ്യപ്പെടണോ വേണ്ടയോ, അതാണ് ആരുമായി ബന്ധപ്പെട്ടത്? ഫോർ ഹൂം ടു പ്രൊഡ്യൂസുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ ദീസ് ത്രീ ആർ ദി ബേസിക് എക്കണോമിക് പ്രോബ്ലം. എപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്? ഒരു രാജ്യത്തിലെ ആൾട്ടർനേറ്റീവ് യൂസിങ് കപ്പാസിറ്റിയുള്ള പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. എന്തുൽപ്പാദിപ്പിക്കണം, ഏതളവിൽ, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ലേബർ ഇൻറ്റൻസീവ് വേണോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് വേണോ, എങ്ങനെ വിതരണം ചെയ്യപ്പെടണം, ഈക്വലായിട്ട് വേണോ അൺഈക്വലായിട്ട് വേണോ. ഇൻ അഡീഷൻ ടു ദീസ് ത്രീ, ഇതിനുപരിയായിട്ട് ലെവൽ ഓഫ് എഫിഷ്യൻസി, ലെവൽ ഓഫ് ടെക്നോളജി എക്സെട്ര ആൾസോ ഇൻക്ലൂഡഡ് ഇൻ ബേസിക് എക്കണോമിക് പ്രോബ്ലം. ഇതിനുപരിയായിട്ട് ആ രാജ്യത്തിൻ്റെ ലെവൽ ഓഫ് ടെക്നോളജിയും എഫിഷ്യൻസി, അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, ഇതെല്ലാം ബേസിക് എക്കണോമിക് പ്രോബ്ലത്തിൽ വരും. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഇത് മൂന്നെണ്ണമാണ്: വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. അപ്പോൾ നമ്മളിത് പറഞ്ഞ ആ സെക്ഷൻ ഒന്നും മറന്നു പോകരുത്. എവല്യൂഷൻ ഓഫ് എക്കണോമിക്സ് പറഞ്ഞു, ഡെഫിനിഷൻസ് ടു എക്കണോമിക്സ് പറഞ്ഞു, സബ്ജക്ട് മാറ്റർ ഓഫ് എക്കണോമിക്സ് പറഞ്ഞു, സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം ഓർ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് പറഞ്ഞു. ഇത് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകേണ്ടത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.